ബൈബിളിനെയും ഖുറാനെയും കമ്പയർ ചെയ്യാൻ പാടില്ല. തീർച്ചയായും പാടില്ല. ഞങ്ങൾക്കും അതേ ഒപ്പീനിയനാണുള്ളത്. ബൈബിളിനെയും ഖുറാനെയും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം ഒരിക്കലും ഇൻകമ്പയറബിൾ ആണ് ബൈബിൾ. 1500 വർഷങ്ങളെടുത്ത് 40ഓളം ഡിഫറെന്റ് ഓതേഴ്സ്, ഈ 1500 വർഷങ്ങളിൽ വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന 40 പേരോളം അടങ്ങുന്ന, അതിൽ രാജാക്കന്മാരുൾപ്പെടും, മത്സ്യബന്ധനക്കാരുൾപ്പെടും, പ്രവാചകന്മാരുൾപ്പെടും, പ്രവാചകന്മാരുടെ സെക്രട്ടറിമാരുൾപ്പെടും, രാജാക്കന്മാരുടെ എന്താ പറയാ കോർട്ടിൽ എഴുതുന്ന സ്ക്രൈബ്സ്, എഴുത്തുകാരുൾപ്പെടും. ഇങ്ങനെ അനേകർ എഴുതിയ ഈ പുസ്തകം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതപ്പെട്ടത്. ഞങ്ങൾക്ക് ഒരു വാദവുമില്ല പരിശുദ്ധാത്മാവ് ഏതോ ഒരു മലക്കിനെ അയച്ച് ഇങ്ങനെ ഇറക്കി കൊടുക്കുകയാണെന്ന് ഇവർ പറയുന്ന അങ്ങനത്തെ ഒരു വാക്ക് ബൈബിളിലില്ല. പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുക്കുന്ന ആശയങ്ങളെ, അല്ലെങ്കിൽ കർത്താവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന അനേക കാര്യങ്ങളെ, അതൊരു പക്ഷേ പ്രവചനമാകാം, അതൊരു പക്ഷെ ഒരു സ്തോത്രഗീതമാകാം, അതൊരു പക്ഷെ ഒരു ഉപദേശമാകാം, അതൊരു കൽപ്പനയാകാം, അതൊരു കറക്ഷനാകാം, തിരുത്തലാകാം, അതൊരു പാഠമാകാം, ഉപദേശമാകാം, ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും. പിന്നെ അത് ചരിത്രത്തിൽ നിന്നുള്ള പാഠങ്ങളും ഓർമ്മപ്പെടുത്തലുകളും. ഇതിനെല്ലാം പുറമെ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ, ഇങ്ങനെ അനേക കാര്യങ്ങളെ ദൈവം അവരുടെ മനസ്സിലിട്ട് കൊടുക്കുമ്പോൾ അവരുടെ അന്നത്തെ കാലത്തെ അവരുടെ ഭാഷയിൽ, അന്നത്തെ കാലത്തെ അവരുടെ ലിറ്ററേച്ചർ വേയിൽ അവരതിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബൈബിൾ എന്ന് പറയുന്നത്. അല്ലാതെ എവിടെയോ എങ്ങോ ഇരിക്കുന്ന കാബയിലിരിക്കുന്ന ഒരു ദൈവം, കാബയുടെ പരിസരത്ത് തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യന് നേരിട്ട് പറയാൻ പറ്റാഞ്ഞത് കൊണ്ട് എവിടുന്നോ ഒരു മലക്കെന്ന് പറഞ്ഞ ഒരു ജീവിയെ ഇറക്കി മലക്കിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുക. മലക്ക് വന്നിട്ട് ഈ മനുഷ്യന്റെ ചെവിയില് മണിയടി ശബ്ദം കേൾപ്പിക്കുക. എങ്ങനെയാണ് മലക്ക് വരുന്നിട്ട് പറയുന്നത്? മണിയടി. ഒന്ന് ആലോചിച്ച് നോക്കിയ, ചെവിയിൽ മണിയടി ശബ്ദം കേട്ട എന്തൊരു ഇറിറ്റേഷൻ ആയിരിക്കും. ഈ മണിയടി ശബ്ദത്തിനിടയിൽ കൂടി മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും മുഹമ്മദിനോട് എന്താണ് അള്ളാഹു പറഞ്ഞ സന്ദേശം. അള്ളാഹു എവിടെ ഇരിക്കുന്നത്? കാബയില്. കാബയിൽ നിന്ന് എത്ര ദൂരമുണ്ട് മുഹമ്മദ് താമസിക്കുന്നിടത്തേക്ക്? നടന്നു പോകാവുന്ന ദൂരം. അവിടത്തേക്കാണ് മെസ്സഞ്ചറെ അയക്കുന്നത്, മലക്കിനെ അയക്കുന്നത്. ഇങ്ങനെ മണിയടി കേൾക്കുമ്പം പുള്ളിക്കാരന് വിറയൽ വരും. പുള്ളിക്കാരന് ശരീരത്തിന് ഭാരം കൂടും. ഒട്ടകപ്പുറത്തിരിക്കുകയാണെങ്കിൽ ഒട്ടകം ഇയാളുടെ ഭാരം താങ്ങാൻ വയ്യാണ്ട് താനെ അങ്ങ് നിലത്തോട്ട് ഇരുന്നു പോകും. തണുപ്പ് കാലത്ത് നെറ്റിയിൽ വേർപ്പ് പൊടിക്കും, മുഖം ചുവക്കും, തുടുക്കും, വായെല്ലാം ഒരുമാതിരി, ചുണ്ടെല്ലാം ഇങ്ങനെ വിറച്ച് ഒരുമാതിരി ഈ ചന്ദ്രരോഗം വരുന്ന രോഗികളുണ്ടല്ലോ, അതായത് ഫിറ്റ്സ് എന്ന് പറയും ഇംഗ്ലീഷില്, എപ്പിലെപ്സി എന്നും പറയും. എന്ന് പറഞ്ഞതുപോലത്തെ ഒരു അഭ്യാസമൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലും ഇയാള് തുപ്പും പുറത്തേക്ക്. അതാണ് ആയത്ത്. ഇങ്ങനെയാണോ ദൈവം ഒരു പ്രവാചകൻ? ഇതിന് പറയുന്നത് അപസ്മാരം വരിക എന്ന് പറയും മലയാളത്തില്. ഇയാളൊരു അപസ്മാര രോഗിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വന്ന് താഴെ വീഴും. അപസ്മാരത്തിന്റെ ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ പുള്ളി പറയും അത് ആയത്ത് വന്നത്, അത് മലക്ക് വന്നിട്ട് ആയത്തിട്ടേച്ച് പോയതാന്ന് പറയും. ഈ ചെവിയിൽ മണിയടി മുഴങ്ങുന്നതൊക്കെ ഈ അപസ്മാര രോഗികൾക്ക് സാധാരണ ഉള്ള ഒരു ഇത് തന്നെയാണ്. അപസ്മാര രോഗികൾക്ക് അവര് താഴെ വീഴുന്നതിന് മുമ്പ് അവർക്കറിയാം എന്തോ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. അവർക്ക് പലതരത്തിലുള്ള തോന്നലുകളും ശബ്ദങ്ങളും ഒക്കെ കേൾക്കും. അവര് പെട്ടെന്ന് ബോധമുള്ളവര് ചിലര് താഴെ വീഴാനായിട്ടുള്ള ചില മുൻകരുതലൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഇയാൾക്ക് അപസ്മാര രോഗിയായിരുന്ന ഒരാള് പിന്നീട് ഇയാൾ ഉണ്ടാക്കിയ ഒരു ഡ്രാമയാണ് മലക്ക് വന്നിട്ട് എന്തോ പറഞ്ഞതാണ്. അല്ല, കാബയിലിരിക്കുന്ന അള്ളാഹുവിന് എത്ര ദൂരം, ഇയാളെ അങ്ങ് വിളിച്ചാ പോരെ, ഇങ്ങോട്ട് വാടാ ഹിമാറ, ഞാൻ നിനക്ക് 2 ആയത്ത് ഓതി തരാന്ന് പറഞ്ഞാ പോരെ.
ഇടയ്ക്ക് ഒരു ദൂതൻ ഇറക്കുമതി ചെയ്യുക. ഇപ്പൊ ഇങ്ങനെ ഒരു എഴുതി ഉണ്ടാക്കിയ ഒരു കിതാബ് ഞാൻ വെറുതെ ഇന്ന് ഇയാള് മക്കുമല് പറഞ്ഞതാണ്, അതിവിശേഷപ്പെട്ട ഖുർആനാണ്. അതിനെ നിങ്ങൾ എന്താണ് ഇരുമ്പ്, അള്ളാഹു ഇറക്കിയ ആയത്താണ് ഇരുമ്പ് കേട്ടോ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം, കുറച്ച് ഭാഗം വായിച്ചു കേൾപ്പിക്കാം. ഇതൊരിക്കലും ഞാൻ വായിച്ചു കേൾപ്പിക്കാത്തൊരു ഭാഗമാണ്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അധ്യായം 57, ഇരുമ്പ്. നല്ല ഒന്നാം തരം സാധനമല്ലേ ഇരുമ്പ്. ഓക്കെ. അൽ ഹദീദ്, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പെന്നാണ് അർത്ഥം. ഒന്നാമത്തേത് മുതൽ ഞാൻ വായിച്ചു പോവുകയാണ്, കുറച്ച് കേട്ടോളൂ. ഇരുമ്പ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹുവിന് കീർത്തനം ചെയ്തിരിക്കുന്നു. അവൻ പ്രതാപിയും യുക്തിമാനും അത്രേ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അവനാകുന്നു. അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ സർവ്വകാര്യത്തിനും കഴിവുള്ളവനാണ്, അതറിയാം. അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. അവൻ സർവ്വകാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ്. ഇതാരാ ഈ പറയുന്നത്? ഇത് അള്ളാഹു പറയുകയാണോ അതോ വേറെ വല്ലവരും പറയുകയാണോ? ഇതെല്ലാം തേർഡ് പേഴ്സണിലാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ ആകാശങ്ങളുടെയും ഭൂമിയും 6 ദിവസങ്ങളായി സൃഷ്ടിച്ചവനാണ്. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. വാച്ച്മാനാണപ്പോ. നിങ്ങൾ എവിടെ ഇരുന്നാലും അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടുതാനും. അള്ളാഹു നിങ്ങൾ പ്രകീർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവനാകുന്നു. ഇതൊക്കെ ആരായി പറയുന്നത്? ഇത് അള്ളാഹുവിന്റെ ഇറക്കിക്കൊടുത്ത വചനമാണെങ്കിൽ ഞാനെന്ന് വരണ്ട എവിടെയെല്ലാം. എങ്ങനെയാണ് പറയേണ്ടത്? ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം എന്നെ പ്രകീർത്തിക്കുന്നു. അവൻ പ്രതാപിയും യുക്തിമാനുമാണെന്നല്ല, ഞാൻ പ്രതാപിയും യുക്തിമാനുമാണെന്നല്ലേ പറയേണ്ടത്? ഇത് ആരാണ് ഈ അവനവനെന്ന് പറയുന്നത്? അല്ല, ആകാശത്തിലും ഭൂമിയിലേക്കും കയറി ചെല്ലുന്നതും ഇറങ്ങി വരുന്നതും എല്ലാം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ മുഹമ്മദിന് മാരണം ബാധിച്ചപ്പം പുള്ളി കണ്ടില്ലേ? 6-8 മാസം മാരണം ബാധിച്ച് ഭ്രാന്ത് പിടിച്ചവനെ പോലെ താൻ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായിട്ട് തോന്നിപ്പിക്കുകയും എന്തൊരു ബഹളായിരുന്നു. അന്നേരം അള്ളാഹു ഒന്നും കാണുന്നില്ലേ? പെണ്ണുങ്ങള് വിഷം കൊടുത്തപ്പോ കണ്ടില്ലേ അള്ളാഹു? എന്തുവാടാ ഇത് പറഞ്ഞാ പോരാ, ഇത് കാണിക്കണം. പിന്നെ 5-ാം വാക്യം, ആകാശഭൂമികളുടെ ആധിപത്യം അവനാകുന്നു. അള്ളാഹുവിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. ആരുമായി പറയുന്നത്? അവൻ രാത്രിയെ പകലിലും പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. ഹൃദയങ്ങളിലുള്ളത് ശരിക്കും അറിയുന്നവനാണവൻ. ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാണെങ്കിൽ ഈ വിഷം കൊടുക്കുന്ന കാര്യം അറിയത്തില്ലായിരുന്നു. പെണ്ണുങ്ങൾ വിഷം കൊടുക്കാൻ പോവാണ്. എന്റെ ഒറ്റ പ്രവാചകൻ, അള്ളാഹുവിന്റെ ആകെ കൂടെയുള്ള ഒരു പ്രവാചകൻ, ഈ പ്രവാചകന് ഇവള് പെണ്ണുങ്ങളെല്ലാം കൂടി വിഷം കൊടുക്കാൻ പോവാണെന്ന് അറിയില്ലായിരുന്നോ? ഹൃദയങ്ങളിലുള്ളത് ശരിക്കും അറിയുന്നവനാണെന്നൊക്കെ എഴുതി വെച്ചിട്ട് ഇതൊന്നും ഇല്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ആളായി പോയല്ലോ. പിന്നെ 7, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും. വിശ്വാസം എന്നത് എവിടെ വേണം? അള്ളാഹുവിലും അവന്റെ ദൂതനിലും, രണ്ടുപേരിൽ വിശ്വസിക്കണം. ഇപ്പൊ തൗഹീദ് എന്ന് പറയുന്ന ഇതാണല്ലേ. ആരെങ്കിലും ഇവിടെ ഉണ്ടോ മുസ്ലിം സുഹൃത്തുക്കളെ? നിങ്ങളുടെ തൗഹീദ് എന്തായി പോയി? അള്ളാഹു ഏകനല്ലേ, അവനിൽ വിശ്വസിച്ചാ പോരെ? ഇക്ലിയൊക്കെ അവിടെ ഇരിപ്പുണ്ടല്ലോ, ഇക്ലിയെ വിളിക്കാം, അവിടെ ഇരുന്ന് കേക്ക്. നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കണം. അതെന്തോ കാര്യമാ? അള്ളാഹുവിൽ വിശ്വസിച്ചാ പോരെ, ദൈവത്തിലല്ലേ വിശ്വസിക്കേണ്ടത്. ദൂതൻ എന്തോ ചെയ്യാൻ പറ്റും? സ്വയം രക്ഷിക്കാൻ പോലും കഴിവില്ലെന്ന് പറഞ്ഞ ആളാണ്. ഇയാളിൽ എന്തിനാ വിശ്വസിക്കുന്നത്? പിന്നെ അവൻ നിങ്ങളെ ഏത് സ്വത്തിൽ പിന്തുടർച്ച നൽകപ്പെട്ടവരായിരിക്കുന്നുവോ അതിൽ നിന്നും ചെലവഴിക്കുകയും ചെയ്യുക. അപ്പൊ സ്വത്താണ് കാര്യം. ദൂതനിൽ വിശ്വസിക്കാൻ പറഞ്ഞത്, ദൂതൻ പറയും കാശ് കൊണ്ടുപോടാന്ന് പറയുമ്പോ കൊണ്ടുവരണം. എന്നിട്ട് അതിനെന്താ അവൻ നിങ്ങളെ, അതായത് മുഹമ്മദ് നിങ്ങളെ ഏത് സ്വത്തിൽ പിന്തുടർച്ച നൽകപ്പെട്ടവരാക്കിയിരിക്കുന്നുവോ എന്ന് പറഞ്ഞാല് കൊള്ളയടിച്ച സ്വത്തെല്ലാം ഇവന്മാർക്ക് വിതരണം ചെയ്തല്ലോ. 900 ആളുകളെ വെട്ടിക്കൊന്നിട്ട് അവരുടെ വീടുകളെല്ലാം ഇവർക്ക് വീതിച്ചു കൊടുത്തല്ല. കൊടുത്തതെടുത്ത് പിന്തുടർച്ച കിട്ടിയില്ലേ? മുഹമ്മദ്
യഹൂദന്മാരുടെ കൊള്ളയടിച്ച സ്വത്തെല്ലാം ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പം അവന്മാരുടെ സ്വന്തമായി അത് പിന്തുടർച്ച കിട്ടിയെന്ന്. അപ്പൊ അതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുക. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ തന്നു, പക്ഷെ ഞാൻ ചോദിക്കുമ്പോ ഒക്കെ ഇങ്ങോട്ട് തന്നോണ്ടിരിക്കണം. നിങ്ങൾക്ക് ഫ്രീലി നിങ്ങൾക്ക് കിട്ടിയതല്ലേ, ഇങ്ങോട്ട് പോരട്ടെ പോരട്ടെ എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്ക് വലിയ പ്രതിഫലം ഉണ്ടായിരിക്കുന്നതാണ്. മുഹമ്മദ് പറയുന്ന പൊട്ടത്തനമെല്ലാം വിശ്വസിച്ചുകൊണ്ട് അയാൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. 57 ഇരുമ്പ് എന്ന അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയാണ്, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. അപ്പൊ തൗഹീദ് അവിടെ പിളർന്ന് ചന്ദ്രനെ പിളർത്തിയതുപോലെ പിളർത്തി വെച്ചിരിക്കുക. പാതി അള്ളാഹു പാതി മുഹമ്മദ്, പാതി മുഹമ്മദ് പാതി അള്ളാഹു, രണ്ടുപേരെയും വിശ്വസിക്കണം. അപ്പൊ തൗഹീദ് രണ്ടായി. പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിശ്വസിക്കുകയും ചെലവഴിക്കുകയും ചെയ്തവരാരോ. അപ്പൊ ഇവരെ വിശ്വസിച്ചാൽ മാത്രം പോരാ, ചെലവ് ചെയ്യുക. മനസ്സിലായോ? ചോദിക്കുമ്പം കാശ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അടുത്തതിനി പേടിപ്പിക്കല് കേട്ടോണം. അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? ഈ ദൂതനാകട്ടെ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ 7-ാമത്തെ മുൻപത്തെ വാക്യം കേട്ടപ്പം കുറെ പേരെങ്കിലും പറഞ്ഞു പോയി പണി നോക്കെന്ന് പറഞ്ഞു കാണും. അപ്പൊ ഉടനെ ഇവിടെ പേടിപ്പിക്കലാണിത് കേട്ടോ. ഈ ദൂതനാകട്ടെ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിക്കാൻ വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയിട്ടുമുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ. അള്ളാഹു ഉറപ്പ് വാങ്ങിയിട്ടുണ്ട്. എന്തുവാ? ഷഹാദത്ത് കലീമ ചൊല്ലിയതല്ലേ, ഉറപ്പ് വാങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രക്ഷയില്ല. 9 നിങ്ങളെ ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി തന്റെ ദാസന്റെ മേൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അവൻ ഇറക്കി കൊടുക്കുന്നവനാണ്. ഇറക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. വളരെയധികം, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വളരെയധികം ദയാലുവും കാരുണ്യവാനുമാണ്. കൊള്ളാം. വളരെയധികം ദയാലുവും കാരുണ്യവാനും ആയതുകൊണ്ടാണ് ഇവരെ കൊണ്ട് സമീപത്തുള്ള ഗ്രാമങ്ങളെയെല്ലാം കൊള്ളയടിച്ച് ഇഷ്ടംപോലെ കൊള്ള മുതലൊക്കെ വിതരണം ചെയ്ത് കിട്ടിയത്. വളരെ ദയാലു തന്നെയാണ്. അല്ല, ഇവര് പോയിട്ട് കൊള്ളയടിച്ചില്ലായിരുന്നെങ്കിൽ അള്ളാഹു കൊണ്ട് കൊടുക്കുമായിരുന്നോ? മുഹമ്മദ് പോയി കൊള്ളയടിച്ചിട്ട് കൊണ്ട് കൊടുക്കുമായിരുന്നോ? ഇവര് ജീവനിൽ പണയം വെച്ചിട്ട് പോയിട്ട് കൊള്ളയടിച്ചോണ്ട് വന്നതല്ലേ. ഭയങ്കര ദയാലു. ഇനി അടുത്തതാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട അടുത്ത ആയത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാഹു ആരാണെന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലാകും. അൽ ഹദീദ് 10. ഇക്ലിഫ് ഒക്കെ അവിടെ ഇക്ലിപ്പെട്ടോണ്ട് കേട്ടോണ്ടിരുന്നോണം കേട്ടാ. വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനുള്ളതായിരിക്കെ. അടപ്പാ, അനന്തരാവകാശം ഉള്ളതായിരിക്കെ എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടില്ല. അനന്തരാവകാശം. അപ്പൊ അപ്പൻ ആരായി? ഈ അനന്തരാവകാശം കിട്ടുന്നത് ഉപ്പാന്റെ സ്വത്തല്ലേ. അപ്പൊ അള്ളാഹുവിന്റെ ഉപ്പാൻ ആരാണ്? പറയാമോ കുഞ്ഞെ, പറയാമോ ആരാണ് ഈ അള്ളാഹുവിന്റെ ഉപ്പ? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം. അനന്തരാവകാശം എന്ന് പറഞ്ഞാല് പാസിംഗ് ഡൗൺ ഫ്രം ദ ഫാദർ അപ്പോൺ ദ ഡെത്ത് ഓഫ് ദ ഫാദർ അല്ലേ. അള്ളാഹുവിനുള്ളതായിരിക്കുക. അപ്പൊ അള്ളാഹുവിന് അനന്തരാവകാശം കിട്ടാൻ കാത്തിരിക്കുകയാണ്. കാത്തിരുന്നോളൂ, ഒരു പ്രശ്നവുമില്ല. നീ ബാക്കിയും കൂടി കേൾക്കാം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്താണ് ന്യായം? എടാ, കാശ് കൊണ്ടെന്ന് വെക്കടാ, നിനക്ക് എന്താ ന്യായം? അള്ളാഹുവിന് അനന്തരാവകാശം കിട്ടാൻ പോവാണ്. വാരിസാണ്, വാരിസ്. വാരിസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. വാരിസ്, എയർ. ഇംഗ്ലീഷിൽ HEIR, H സൈലന്റ്, എയർ എന്നാണ് പറയുക. അതില് അനന്തരാവകാശം നോക്കിയിരിക്കുകയാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് കൊണ്ട്. ആരാണ്? പറഞ്ഞോളൂ. അല്ല സിസ്റ്റർ പറയുന്നത് നല്ല പോയിന്റാണ്. അവിടെ
ഈ അനന്തരാവകാശം എന്ന് പറയുന്നത് വളരെ അർത്ഥവത്ത ഒരു കാര്യം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുള്ളിയുടെ തന്നെ സാധനം പുള്ളിക്കില്ല, പുള്ളിക്ക് ഫ്യൂച്ചർ കിട്ടുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നു. അപ്പൊ അതെ അവിടെ അങ്ങനെ അത് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പുള്ളിയുടെ മേലിൽ വേറെ ആരൊക്കെയോ, മനസ്സിലായോ, ആരൊക്കെയോ പുള്ളിയുടെ മേലുണ്ട്. ഒരാ ബാപ്പ തന്നെയല്ല, ഉപ്പ തന്നെയല്ല, വേറെയും ചില ആളുകളുണ്ട്. ഇത് അറിയണമെങ്കിൽ 23:14 കൂടെ വായിക്കണം. അവിടെ അത് പറയുന്നുണ്ട്, അള്ളാഹു സൃഷ്ടികർത്താക്കളിൽ, അള്ളാഹു സൃഷ്ടിക്കുന്നവരിൽ, ഇങ്ങനെയാണ് പരിഭാഷ വരുന്നത്, അള്ളാഹു നിർമ്മാതാക്കളിൽ ഒരുവനാണ്. അപ്പൊ അവിടെ ഒരുപാട് നിർമ്മാതാക്കൾ, ഒരുപാട് സൃഷ്ടികർത്താക്കൾ ഒക്കെ വന്നു. അപ്പൊ സൂപ്പർ പവർ ഉള്ളതായ ഒരുത്തിന് അപ്പുറത്ത് കിടപ്പുണ്ട്. അതാണ് ആ 23:14 നമ്മൾ വായിച്ച മനസ്സിലാകുന്നത്. അതും സിസ്റ്ററി വായിച്ചത് കൂടെ ചേർത്ത് കഴിഞ്ഞാലേ പുള്ളിക്ക് യാതൊരു പങ്കുമില്ല. ഈ പുള്ളി വെറും എന്താണ്, തരം താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്ന ഒരാളാണെന്നും അധികാരവും പവറും ഒക്കെ വഹിക്കാനായിട്ട് വേറെ അപ്പുറത്ത് ആശാന്മാരുണ്ടെന്നുള്ളതായ കൃത്യമായ ധ്വനിയല്ല, കൃത്യമായ തെളിവാണ് 23:14 സിസ്റ്റർ ഇപ്പോൾ വായിച്ച് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന ഈ വാക്യം. ഓക്കെ, തുറന്നോളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ഇവിടെ മിസ്റ്റർ പെർഫെക്റ്റ് ഹാൻഡ് റൈസ് ചെയ്തു. ഇപ്പൊ എടുക്കുന്നില്ല, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ആരും നമ്മുടെ മുഹമ്മദീയ സുഹൃത്തുക്കളെ ഇപ്പൊ എടുക്കണ്ട. കാരണം ഈ ക്ലാസ് ഇടയിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാര് വന്നിട്ട് കൈപോക്കുന്നത്. ഓക്കെ, കേട്ടോളൂ. ഞാൻ വായിക്കുന്നത് ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 57-ാം സൂറ അൽ ഹദീദ് അതിന്റെ 10 ഞാൻ വായിച്ചത്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരാവകാശം അള്ളാഹുവിനുള്ളതായിരിക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ, അള്ളാഹുവിന്റെ മാർഗം എന്ന് പറഞ്ഞാല് ഇത് ജിഹാദ് തന്നെയാണ്. അതായത് പോയിട്ട് വെട്ടിക്കൊല്ലാനും പിടിച്ചുപറിക്കാനും കുതിര വാങ്ങാനും ഒട്ടകത്തെ വാങ്ങാനും ആമർ അതായത് തലയ്ക്ക് തൊപ്പി, നെഞ്ചിന് കവചം, വാള്, ഖഡ്ഗം ഇതൊക്കെ മേടിക്കാനായിട്ട് കാശ് ചെലവാക്കണം. പിന്നെ മുഹമ്മദിന് ഇത്രയും ഭാര്യമാരും പാട്ടികളും ഒക്കെ അവർക്ക് വല്ലപ്പോഴെങ്കിലും ഒരു റൊട്ടിക്കഷ്ണെങ്കിലും കൊടുക്കണ്ടേ? വല്ലപ്പോഴെങ്കിലും അതിനുള്ള കാശൊക്കെ വേണ്ടേ? അതിനൊക്കെ നിങ്ങൾ കാശ് കൊടുത്തോളണം. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന്, ഇനി ശ്രദ്ധിച്ചു കേൾക്കണേ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിജയത്തിന് ശേഷം മുമ്പുള്ള കാലം, വിജയത്തിന് മുമ്പുള്ള എന്ന് പറഞ്ഞത് മക്ക വിജയത്തിന് മുമ്പുള്ള കാലത്ത് ചെലവഴിക്കുകയും ജിഹാദ് നടത്തുകയും ചെയ്തവരും സമമാവുകയില്ല എന്ന് ഉന്നതമായ സ്ഥാനത്തെത്തത്തുള്ളൂ. കാശ് കൊടുക്കാത്തവരും ചെലവഴിക്കാത്തവരും മുഹമ്മദിന്റെ മുസ്ലിം ആണെന്നും പറഞ്ഞിരിക്കാമെന്നല്ലാണ്ട് അവർക്ക് തുല്യ സ്ഥാനമില്ല. മിസ്റ്റർ പെർഫെക്റ്റും മിസ്റ്റർ ജിന്നും ഒക്കെ കേട്ടോളൂ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സമത്വം ഇല്ല മുസ്ലിങ്ങൾക്കിടയിൽ. ആരാണോ ഏറ്റവും അധികം കാശ് ചെലവാക്കി ജിഹാദ് ചെയ്യാൻ പോകുന്നവര്, ആ പോകുന്നവരും വീട്ടിലിരിക്കുന്നവരും 5 നേരം കുമ്പിട്ടൊന്നും പറഞ്ഞൊന്നും നിങ്ങൾക്കൊന്നും സമത്വം കിട്ടുകയില്ല. ഇനിയും കേട്ടോളൂ. അക്കൂട്ടർ പിന്നീട് ചെലവഴിക്കുകയും സമരം എന്ന് പറഞ്ഞ ജിഹാദ് നടത്തുകയും ചെയ്തവരെക്കാൾ വലിയ പദവിയുള്ളവരാകുന്നു. എന്ന് പറഞ്ഞാല് മുഹമ്മദിന് ഇഷ്ടം പോലെ കാശ് കൊടുക്കുകയും ചോദിക്കുമ്പോ കാശ് കൊടുക്കുക. പിന്നെ ഇവര് പറയുമല്ലോ, ഞങ്ങള് ഇൻട്രസ്റ്റ് ഞങ്ങൾ നിർത്തിക്കളഞ്ഞു എന്ന്. അതായത് പലിശ വാങ്ങൽ നിർത്തി. എന്തുകൊണ്ടാ? മുഹമ്മദ് എല്ലാരോടും കടം മേടിക്കും, പലിശ കൊടുക്കത്തില്ല. പലിശ കൊടുക്കാൻ ഇഷ്ടമില്ല, പലിശ കൊടുക്കാൻ ഇല്ല കാശ്, എല്ലാം തീർത്ത് കളയും. അത്തറും മേടിച്ച് പെണ്ണുങ്ങളെയും പോയി വാങ്ങുകയും ഒട്ടകങ്ങളെ വാങ്ങുക, ഇതിനെയൊക്കെ വാങ്ങി ഇതൊക്കെ വാങ്ങി കഴിയുമ്പോൾ കാശെല്ലാം തീരും. അപ്പൊ തിരിച്ചു കൊടുക്കത്തുമില്ല, പലിശയും ചോദിക്കരുത്. ഇതായിരുന്നു മുഹമ്മദിന്റെ പരിപാടി. അതുകൊണ്ട് ഇപ്പൊ പറയാണ്, നിങ്ങൾ ചെലവഴിക്കുകയും സമരം നടത്തുകയും ചെയ്തവരെക്കാൾ വലിയ പദവിയിലുള്ളവരാകുന്നു. എല്ലാവർക്കും നല്ല പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മജ്ഞാനമുള്ളവനാണ്. പക്ഷേ പെണ്ണുങ്ങളെല്ലാരും കൂടി ഏതാണ്ട് കായ അരച്ചു കലക്കി വിഷം കലക്കിയപ്പോ അല്ലാഹു സൂക്ഷ്മജ്ഞാനത്തിൽ നിന്ന് ഉറങ്ങിപ്പോയി. അപ്പൊ നിങ്ങൾ ഇത് ഓർത്തു വെക്കുക. അല്ലാഹു ഏതോ അനന്തരാവകാശം കാത്തിരിക്കുകയാണ്. ഒരുപാട് കാലമായി ആരോ മരിച്ചിട്ട് എന്തോ കിട്ടുമെന്നും കൊണ്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല, ഏദൻ തോട്ടത്തില് ആദാമിന്
കിട്ടേണ്ടിയിരുന്ന അവകാശമായിരുന്നു ഭൂമി. ഭൂമിക്ക് തീരെഴുതി കൊടുത്തില്ല. ഭൂമിയിലെ ഡെലിഗേറ്ററി അതോറിറ്റി അവിടെ പോയിട്ട് ടു റൂൾ ആൻഡ് ഡോമിനേറ്റ്, ആ പദവിയാണ്, ഒരു മാനേജർ പദവിയാണ് ദൈവം ആദമിന് കൊടുത്തത്. ആദം തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആദാമിന് തീർച്ചയായിട്ടും ഈ ഭൂമിയുടെ അവകാശിയായി മാറുമായിരുന്നു. പക്ഷേ അന്ന് തന്നെ തീർന്നു എഴുതി കൊടുത്തില്ല ദൈവം. അതാണ് തട്ടിപ്പറിച്ചത് പിശാച്. തട്ടിപ്പറിച്ചിട്ട് ഇനി കാത്തിരിക്കുകയാണ്, എനിക്ക് പൂർണ്ണമായിട്ടും ഇത് കിട്ടുമെന്നും പറഞ്ഞിട്ട് പിശാച് കുത്തിയിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ്. അതല്ല ഇവിടെ കാണുന്നത്, അനന്താവകാശം കിട്ടുമെന്ന്. എങ്ങനെ അനന്താവകാശം കിട്ടാനാ? എങ്ങനെ കിട്ടും? 11. യോ എന്തൊരു തണ്ടലാണെന്ന് നോക്കണേ. അള്ളാഹുവിനൊരു നല്ല കടം കൊടുക്കുവാൻ ആരുണ്ട്? അള്ളാഹുവിന് കടം കൊടുക്കണം. അത് നല്ല കടം. ചെറിയ എമൗണ്ടൊന്നും പോരാ, 1000 10,000 ഒന്നും പോരാ, ഒരു 10 കോടി, ഒരു 100 കോടി. നല്ല കടം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനല്ലേ കടം കൊടുക്കുന്നത്, അത് നല്ല എമൗണ്ട് കൊടുക്കണ്ടേ? അള്ളാഹുവിനൊരു നല്ല കടം കൊടുക്കുവാൻ ആരുണ്ട്? എങ്കിൽ അവനത് അയാൾക്ക് വേണ്ടി ഇരട്ടിപ്പിക്കും. അയാൾക്കാണ് മാന്യമായ പ്രതിഫലമുള്ളത്. അയ്യോ, ഇങ്ങനത്തെ ഉണ്ടെന്ന് ഒരു അള്ളാഹു. ചാക്കോ പാസ്റ്റർ ഇതിനെപ്പറ്റി എന്തു പറയുന്നു? ഈ കടം ചോദിക്കലും കടം പണം ഇരട്ടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ പണ്ടൊക്കെ ഉള്ള ഒരു പരിപാടിയായിരുന്നു. ന്യൂസ് പേപ്പറിലൊക്കെ വരുമായിരുന്നു, പണം ഇരട്ടിപ്പിക്കുക. ഈ പരിപാടിയൊക്കെയാണോ പുള്ളിക്ക്? എന്തെല്ലാം ബിസിനസ്സാ പുള്ളി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അറാക്ക് ബിസിനസ്. പറഞ്ഞോളൂ പാസ്റ്റർ. അതിന്റെ അകത്ത് അത് വന്ന സംഭവം അറിയാം. അതായത് മുഹമ്മദിന്റെ മദീന ജീവിത കാലത്താണ് ഈ കൊള്ളയടി അങ്ങോട്ട് പുഷ്കരിക്കുന്നത്. ആ കൊള്ളയടിയിലൂടെ ഒരുപാട് സമ്പത്ത് കിട്ടി. ഭാര്യമാർക്കും ബന്ധുമിത്രാദികളും ഒക്കെ വീതം ചെയ്ത് ഇഷ്ടം പോലെ കിട്ടി. തീറ്റയും കൂടിയൊക്കെ അർമാദിക്കൽ പരിപാടിയാണ്. പക്ഷെ കുറെ അങ്ങോട്ട് കഴിഞ്ഞ് ഈ ഗോത്രങ്ങളെയൊക്കെ കൊന്നിറക്കി ഇവരെല്ലാം എതിർത്ത് നിന്നവരൊക്കെ കൊല്ലപ്പെട്ടു, അല്ലാതുള്ളവരൊക്കെ അനുകൂലമായി തീർന്നു. പിന്നെ ആക്രമിക്കാൻ സ്ഥലമില്ല. ചുറ്റുവശം മദീന പ്രാന്തപ്രദേശം കൊണ്ട് ആക്രമിച്ചു. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് രോഗം ബാധിച്ചു. 63-ാമത്തെ ദിവസം ചാകില്ലേ. അപ്പൊ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് അവസാന സമയത്ത് സാമ്പത്തികമായിട്ട് ഒരുപാട് ക്ലേശം പുള്ളിക്ക് അനുഭവിക്കേണ്ടതാണ്, വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത്. അതിന് ഹദീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ ചെലവിന് ചോദിക്കുമ്പോഴത്തേനും മുഹമ്മദിന് ചെലവിന് കൊടുക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. പെണ്ണുങ്ങൾ നിന്ന് 1-2 പെണ്ണുങ്ങളാണ്. അപ്പൊ 8, 9, 10, 12, 13 പേര് ഭാര്യമാരായിട്ട് തന്നെ നിക്കാഹ് ചെയ്തതായ വകയിൽ അങ്ങനെ നിൽക്കും. ഇവരുടെ ദാസിമാര്, പിന്നെ ശരീരം ദാനം ചെയ്ത കുറെ പെണ്ണുങ്ങൾ, ഇങ്ങനെ കുറെ എണ്ണെങ്കിൽ നിൽക്കുക. അപ്പൊ ഇവർക്ക് ചെലവിന് കൊടുക്കട്ടെ. നമുക്കറിയാം, ഇവിടെ ഏകഭാര്യ ഭർത്തൃ ബന്ധം പുലർത്തുന്നതായ നമ്മുടെ രാജ്യത്തെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും. ഒരു ഭാര്യയും ഭർത്താവും 2 കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. എത്രത്തോളം ചെലവ് വരും. അപ്പൊ ഒരു ഭാര്യയും കുഞ്ഞിനെയും സംരക്ഷിക്കണമെങ്കിൽ ഒരു ഭർത്താവിന്, കുടുംബനാഥന് വരുന്ന ചെലവിന്റെ പ്രാരാബ്ദം എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 12 ഭാര്യമാരും 13 ഭാര്യമാരും അവരുടെ വെപ്പാട്ടുകളും പിന്നെ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ നെടുനീളം നിൽക്കുമ്പോഴത്തേന് ചെലവിന് കൊടുക്കണ്ടേ എന്റെ സിസ്റ്ററെ? അപ്പൊ ഒരിക്കൽ ചെലവിന് ചോദിക്കുമ്പോഴത്തേന് മുഹമ്മദിന് പൈസ ഇല്ല. അവസാനം അബൂബക്കർ ഉമറും ഒക്കെ വന്ന് ചെലവിന് ചോദിച്ച ഈ ഹബ്സയൊക്കെ ചെവിക്കലിന് വെച്ച് വീക്കുന്നുണ്ട്, തല്ലു കൊടുക്കുന്നുണ്ട്. അപ്പം മുഹമ്മദ് കണ്ടതായ ഏറ്റ മാർഗമാണ് ഇപ്പൊ സിസ്റ്റർ വായിച്ചേണ്ട. എനിക്ക് ഫോൺ വരുന്നുണ്ടോ? ഞാനിവിടെ എനിക്കിവിടെ അങ്ങ് വന്നോണ്ടിരിക്കും, അനുവദിക്കത്തില്ല സംസാരിക്കാനായിട്ട്. കുശാന്നിങ്ങനെ ഫോൺ അടിച്ചോണ്ടിരിക്കുക. ഞാൻ തുടങ്ങുമ്പോഴത്തേന് പരിപാടി ഇതാ, മനസ്സിലായോ? നിങ്ങൾക്ക് കേൾക്കാവോ? തല്ലു മേടിച്ച് വരാം. ഹദീസ് തരാം, വെറുതെ പറയുന്നല്ലേ ഇത്. അപ്പം അവിടെ കൊണ്ടും പണിപാളി. പിന്നെ മുഹമ്മദ് ചെയ്യുന്ന ഒരൊറ്റ പ്രയോഗമാണ് സിസ്റ്റർ വായിച്ചത്. എന്താണ്? അള്ളാഹുവിന് ധാരാളം കടം കൊടുക്കുവിൻ, പൈസ വേണ്ടേ? ഈ പാവപ്പെട്ട അറബികളോട് പറയുകയാണ്, നിങ്ങൾ അള്ളാഹു കൊടുക്കുവിൻ. അള്ളാഹയുടെ പേര് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് കാശ് മേടിക്കുന്ന ആയത്താണ്. അള്ളാഹുവിന്റെ തലയിലോട്ട് ഇതൊക്കെ വെച്ചു കൊടുക്കുക. അവസാന സമയത്ത് തന്റെ പടയേക്ക് ജൂതന്റെ കയ്യിലാന്നൊക്കെ ഇവർ തള്ളാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ളതായ ദാരിദ്ര്യത്തിലേക്കും ഇത്തരത്തിലുള്ളതായ സാമ്പത്തിക പരാധീനത്തിലേക്ക് പോകാൻ കാരണം ആദ്യകാലത്തെ അർമാദിക്കൽ പരിപാടിയാണ്. അതിന്റെ എല്ലാം ശോഷണം ഉണ്ടായി കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇറക്കിയതായ ഒരു നമ്പരാണ്, അള്ളാഹു ഉത്തമമായി കടം കൊടുക്കുന്നവരാരുണ്ട് എങ്കിൽ അള്ളാഹു അത് ഇരട്ടിപ്പിച്ച് തരും. അങ്ങനെ 1, 2, 2 ഡസൻ കണക്കിന് ആയത്തുകളുണ്ട്. ഇത്
അറബികളുടെ നിന്ന് പണം പിടുങ്ങാനായിട്ടും തന്റെ ഭാര്യമാരുടെയും ചെലവ് പൂർത്തീകരിക്കാനായിട്ടും മുഹമ്മദ് ഇറക്കിയതായ ആയത്തുകളായിരുന്നു. പാവം അള്ളാഹു യാതൊരുവിധ കഴിവുമില്ല. അതായത് എന്റെ വ്യാഖ്യാനം പറയാൻ ഞാൻ ഈ മുഹമ്മദിന്റെ അറിവിന്റെ പങ്കുപറ്റി ജീവിക്കുന്ന ഒരു കുടികിടപ്പുകാരനാണ് ഈ അള്ളാഹ്. ഞാൻ എന്റെ വ്യാഖ്യാനം പറയുകയാണ്. ഒന്നുകൂടെ മുഹമ്മദിന്റെ ജ്ഞാനത്തിന്റെ പങ്ക് വഹിക്കുന്ന ഒരു കുടികിടപ്പുകാരനാണ് ഇസ്ലാമിക. അതാണ് നമ്മൾ ഖുറാനിൽ കാണാനായിട്ട് കഴിയുന്നത്. അള്ളാഹു ആനയാണെന്ന് കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഹമ്മദിന് ഈ ആനയിട്ട പിണ്ടമെങ്കിലും കാണിച്ചു തരാനുള്ള ബാധ്യതയില്ലേ? ഇപ്പൊ എത്രയോ ആയത്തിലാണ് അള്ളാഹു കരുണാനിധിയാണ്, അള്ളാഹു മഹാനാണ്, പ്രതിഫലത്തിന് നാഥനാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ആനയാ കൂടിയാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ആനയിട്ട പിണ്ടമെങ്കിലും കാണിച്ചു തരാനുള്ള ബാധ്യത മുഹമ്മദിനുണ്ട്. അല്ലാതെ ഈ ആനയുടെ പാപ്പാനാണ് ഞാനെന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നതിന് അർത്ഥമില്ല എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായോ? അപ്പൊ കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കടം കൊടുക്കുക. ആ പേരിൽ മുഹമ്മദിന്റെ കാര്യം അഭിവൃദ്ധിക്ക് വേണ്ടി മുഹമ്മദ് ഇറക്കിയതായ ഡസൻ കണക്കിന് ആയത്തുകളാണ്. അതിലൊന്നാണ് സിസ്റ്റർ ഇവിടെ വായിച്ചത്. അപ്പോൾ അവിടെ അള്ളാഹു എന്നുള്ളത് ഈ പാവപ്പെട്ട മുസ്ലിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുക. ഒരുമല്ല, മുഹമ്മദിനുണ്ടായ ക്ഷീണം മാറ്റാൻ കൊള്ളയടി നിന്ന് പറഞ്ഞു സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കണം, പെണ്ണുങ്ങൾക്ക് ഉടുതുണി മേടിച്ചു കൊടുക്കണം, വീട്ടിൽ കവച്ചു കുടിക്കണം, പുകയിൽ അടുപ്പ് പുക ഏതാണ്ട് ദിവസങ്ങളായി. ഈ ദാരിദ്ര്യത്തെ മറികടക്കാനായിട്ട് ഈ ഗോത്രദേവന്റെ തലയിലേക്ക് ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് അള്ളാഹുവിന് കടം കൊടുക്കാൻ പറയുക. ആർക്കാ തത്വത്തിൽ കടം? മുഹമ്മദിനാണ്. മുഹമ്മദ് അതിന് പങ്കുപറ്റുന്നത്. ഇതാണ് ആ ആയത്തുകളുടെ യഥാർത്ഥമായ സ്ഥിതി. അതറിയണമെന്നുണ്ടെങ്കിൽ ഹദീസ് കൂടെ വായിക്കണം. മുഹമ്മദിന്റെ അന്ത്യ സമയവും ഈ ഭാര്യമാര് ജനങ്ങൾ ചോദിക്കുന്നതും ഇവരെ തല്ലുന്നതും ഇവർക്ക് നിത്യവൃത്തി ഇല്ലാതെ നിലവിളിക്കും. ഈ ഫാത്തിമയൊക്കെ പട്ടിണിയുടെ ചത്തുപോകുകയാണ്. ഫാത്തിമയ്ക്ക് കൊടുക്കേണ്ടതായ അവകാശങ്ങളൊന്നും മുഹമ്മദിന്റെ ശേഷം കൊടുത്തിട്ടില്ല. അവര് വരുമ്പോഴത്തേന് ഈ ഫാത്തിമ എന്ന് ചോദിക്കാൻ വരുമ്പോഴത്തേന് ഉമർ കൊടുക്കുന്നില്ല, അബൂബക്കർ കൊടുക്കുന്നില്ല. ദാരിദ്ര്യ നിമിത്തം മരിച്ചു പോവുകയായിരുന്നു ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് മുന്നിൽ കണ്ട മുഹമ്മദ് അള്ളാഹുവിന്റെ തലയിലേക്ക് ഇത് വെച്ചുകൊണ്ട് കടം കൊടുക്കുവിൻ അള്ളാഹുവിന് എന്നുള്ളതായ ആയത്ത് തന്ത്രപൂർവം തന്ത്രശാലിയായ മുഹമ്മദ് ഇറക്കുന്നതാണ് സിസ്റ്റർ അവിടെ കണ്ടത്. അങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ, താങ്ക് യു. ഇത് 29 ആയത്തുകളുള്ള ഒരു അധ്യായമാണിത്. ഇത്രയും ഞാൻ ഒരു വായിച്ചതിൽ മിനിറ്റ്, ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ടോ? ഫോൺ ഇങ്ങനെ തുരുതുരാ വന്നോണ്ടിരിക്കുകയായിരുന്നു. പറയുന്നതൊക്കെ കേട്ടോ? യെസ് പറയുന്നതൊക്കെ കേട്ടു പാസ്റ്റർ. ഇന്ന് ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ല, കറക്റ്റ് ആയിട്ട് കേട്ടു. അപ്പോ ഈ 11-ാമത്തെ ആയത്താണ് ഞാൻ വായിച്ചത്. അള്ളാഹുവിന് ഒരു നല്ല കടം കൊടുക്കുവാൻ ആരുണ്ട് എന്ന് പറഞ്ഞാല് ഇത്രയും ദിവസം കടം തായോ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല കടം ഇതുവരെ കിട്ടിയിട്ടില്ല മുഹമ്മദാണല്ലോ ഇടനിലക്കാരൻ. മുഹമ്മദ് മേടിച്ചിട്ട് അള്ളാഹുവിന് റിട്ടേൺ ആയിട്ട് അയച്ചു കൊടുക്കുമായിരിക്കും. ആയത്തും കൊണ്ട് പുള്ളിക്കാരൻ ഇറങ്ങി വരുമല്ലോ, ഒരു മലക്ക്. അപ്പൊ മലക്കിന്റെ കയ്യിൽ കൊടുത്തയക്കുമായിരിക്കും ഈ കാശ് മുഴുവൻ അള്ളാഹുവിനാണല്ലോ കടം വേണ്ടത്. അപ്പൊ 11-ാം അധ്യായത്തിൽ അള്ളാഹുവിനൊരു നല്ല കടം കൊടുക്കുവാൻ ആരുണ്ട് എങ്കിൽ അവൻ അത് അയാൾക്ക് വേണ്ടി ഇരട്ടിപ്പിക്കുന്നു. അപ്പൊ ഇരട്ടിപ്പിക്കുന്ന മെഷീൻ ഉണ്ട് അള്ളാഹുവിന്റെ കയ്യിൽ എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. പിന്നെ ഞാൻ പോകുന്നത് ഇത് തന്നെ കുറെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് പിന്നെ പേടിപ്പിക്കലാണ്. കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട് 18-ാം വാക്കിലേക്ക് വരുമ്പോ വീണ്ടും പറയുകയാണ്. 18-ൽ പറയുകയാണ് വീണ്ടും ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന് നല്ല കടം കൊടുത്തവരും ആരോ അവർക്കത് ഇരട്ടിയായി നൽകപ്പെടുന്നതും നിശ്ചയമായും ധർമ്മിഷ്ഠരായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന് നല്ല കടം കൊടുത്തവരും ആരോ അവർക്കത് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്, മാന്യമായ പ്രതിഫലമുള്ളത് അവർക്കാണ്. അപ്പോ മുഹമ്മദിന് എന്താ കാശില്ലാതെ പോയത്? മുഹമ്മദ് ഇത്രയെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നു അള്ളാഹുവിന് വേണ്ടി. എന്തുകൊണ്ടാണ് മുഹമ്മദ് ഇങ്ങനെ എന്നും കടവും ചോദിച്ച് തെണ്ടി നടക്കേണ്ടി വന്നത്? ഈ അള്ളാഹുവിന് കടം കൊടുക്കെന്നും പറഞ്ഞിട്ട് ബൈബിളിലുള്ള ഒരു പ്രവാചകന്മാരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. യഹോവയ്ക്ക് കടം കൊടുക്കണം, യഹോവ അത് ഇരട്ടിപ്പിച്ചു തരുന്നൊന്നും പറഞ്ഞിട്ടേയില്ല. അവിടുത്തെ പഴയ നിയമത്തിൽ കാണുന്ന ഒരു പ്രവാചകൻ, ഈവൻ പുതിയ നിയമത്തിൽ നമുക്ക് യോഹന്നാൻ സ്നാപകനാണ് അവസാനത്തെ പ്രവാചകൻ, അവരാരും പറഞ്ഞില്ല യഹോവയ്ക്ക് കടം കൊടുക്ക്, ഇങ്ങനെ കടം കൊടുത്താ ഇരട്ടിപ്പിക്കും, പറഞ്ഞിട്ടേ ഇല്ല. ഇതെന്തുവാ ദൈവമായത്? ഇങ്ങനെ ഒരു പോപ്പറായ ഒരു ദൈവം.
കൈ കാശില്ലാതെ എന്തോ കളിയായത്? 18 പറയാണ്, നിശ്ചയമായും ധർമ്മിഷ്ഠരായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിന് നല്ല കടം കൊടുത്തവരും ആരോ അവർക്കത് ഇരട്ടിയായി നൽകപ്പെടുന്നതാണ്. 20-ാം വാക്യത്തിൽ പറയുകയാണ്, 20-ാം ആയത്തിൽ പറയുക, നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതം എന്നാൽ കളിയും വിനോദവും അലങ്കാരവും, നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ്. ഒരു മഴ പോലെ അതുമൂലമുണ്ടായ ചെടികൾ കർഷകരെ ആശ്ചര്യപ്പെടുത്തി പിന്നീട് അതിന് ഉണക്കം ബാധിക്കുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടത് എന്ന് നിനക്ക് കാണാം. പിന്നീട് അത് തുരുമ്പായി പോകുന്നു. തുരുമ്പോ? എന്നാൽ പരലോകത്ത് കഠിനമായ ശിക്ഷയും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനവും പ്രീതിയും ഉണ്ട്. എല്ലാം ഉണ്ട്. ശിക്ഷയുണ്ട്, പ്രീതിയുണ്ട്, എല്ലാം ഉണ്ട്. അവസാനം പറയാണ്, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. അല്ല, ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമാണെങ്കിൽ അള്ളാഹു എന്തിനാ കടം ചോദിക്കുന്നത്? എന്തിനാണ് അള്ളാഹു ഇങ്ങനെ കടം ചോദിക്കുന്നത്? പിന്നെ ബാക്കി വായിച്ചാല് ഇനി ബൈബിളിലേക്ക്, അല്ലെങ്കിൽ ബൈബിളിന് പുള്ളിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിൽ ഇരുമ്പ് എവിടെയാണുള്ളത്? ഇത്രയും ഇരുമ്പെന്ന് പറഞ്ഞു എവിടെയാണ് ഇരുമ്പ്? ഇതില് ഇരുമ്പെന്നാണല്ലോ സാധനത്തിന്റെ പേര്.